കഴിഞ്ഞ ദിവസം ഉരുണ്ട ഭാഗം മാത്രം ഉരച്ച് വെള്ളത്തിലിട്ട താമരത്തുകളാണിത്. അതിൽ രണ്ടെണ്ണത്തിന് നല്ല നീളത്തിലുള്ള മുളകളും ചെറിയ ഇല പോലെയായിട്ടുണ്ട്. ഇല വിരിഞ്ഞിട്ടില്ല. വേറൊരു മൂന്നെണ്ണം വിള്ളലുണ്ടായിട്ടുണ്ട്, പക്ഷേ ശരിയായിട്ട് ഒരു മുള പുറത്ത് വന്നിട്ടില്ല. ഒരെണ്ണത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇത് താമരവിത്ത് മുളപ്പിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴിയായിട്ടാണ് ഞാൻ ഇതുവരെയുള്ള പരീക്ഷണത്തിൽ കണ്ടിരിക്കുന്നത്. ഇന്ന് തുടങ്ങുന്ന പരീക്ഷണം അതല്ല. ഇതിലൊരു നീല നിറം കണ്ടില്ലേ, അത് സ്വല്പം ഒരു പൊടിക്ക് NPK മിശ്രിതം ഇട്ട് കൊടുത്തതാണ് വളമായിട്ട്. ഇത് വീടിനകത്ത് വെച്ചാണ് വളർത്തുന്നത്. ഒരു ജനലിൻ്റെ സൈഡിൽ അത്യാവശ്യം വെയിൽ കിട്ടും. ഇപ്പോഴല്ല, മഴക്കാലം വന്നതോടുകൂടി വെയിലൊക്കെ ഇത്തിരി കുറവാണ്, മഴക്കാറാണ് കൂടുതൽ. അപ്പോൾ ഇത് ഒരെണ്ണം. ഇത് അതിന് മുൻപേ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കുറേ ഉരച്ച് വെള്ളത്തിലിട്ടതിൽ മുളച്ച് വന്ന് തിരക്കില്ലാത്ത വളരുന്ന ഒരു ചെടിയാണ്. കുറേ തണ്ടുകൾ വന്നിട്ടുണ്ട്. ഇലകളൊക്കെ കുറേശ്ശെ വിടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. ഒത്തിരി NPK മിശ്രിതം ഇട്ട് കൊടുത്തിരുന്നു, 19. ഇന്നും ഇതിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നീല നിറം അവിടെ കാണാം. അത് NPK മിശ്രിതം കലക്കിയിട്ടൊന്നുമില്ല, അത് പതുക്കെ അലിഞ്ഞ് വളരെ കുറേശ്ശെ കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിരിക്കണേ. പിന്നെ ഇത് കൂടാതെ ഒരു ടാങ്കിൽ, ഒരു ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഒരു ചളിയുള്ള പൂഴിയൊക്കെ വെച്ചിട്ട് അതിൽ 2 നട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ അതൊന്നും ഒരു ഗുണം പിടിച്ചിട്ടില്ല. ആകെ ചളിയിലൊക്കെ പൂപ്പൽ എന്തൊക്കെയോ വന്നിട്ട് ആ വെള്ളം ഞാൻ മറിച്ച് കളഞ്ഞു. ഇന്നിപ്പോൾ ഇറയത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മഴവെള്ളം വേണേ വീണോട്ടെ. ആ താമരച്ചെടികൾ 2-3 അതിലുണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം തീരുമാനമായ മാതിരിയാണ് കാണുന്നത്. പക്ഷേ ഭാഗ്യമുണ്ടെങ്കിൽ ഇനി അത് പ്രകൃതിയിലുള്ള സംരക്ഷണം എന്ന് വെച്ചാൽ കുറച്ച് വെയിൽ കിട്ടും, ചെറുതായിട്ട് വെയിൽ കിട്ടും, പിന്നെ മഴപ്പാറലടിക്കുക, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കയറും. അപ്പോൾ അത് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അകത്ത് വേറൊരു ജനലിൻ്റെ അവിടെ വെച്ചിരുന്നത്. അവിടെ അത്ര വെളിച്ചവും പോരാ, അതുകൊണ്ടായിരിക്കണം ചളി എല്ലാം കൂടി ആയിട്ട് അത് ശരിയായില്ല, കാണാൻ ഭംഗിയില്ല, അത് ഒഴിവാക്കി. താരതമ്യ പഠനം ഈ ചെടിയായിട്ടാണ്. ഇത് ഫിഷ് ടാങ്കിലാണ്. അതിൻ്റെ 2 തണ്ടുകളുടെ തല കാണാനല്ലേ, കണ്ടില്ലേ ഈ സൈഡിലുള്ള എൻ്റെ ഇലയില്ല. അത് മുമ്പ് ഇത് കുറച്ചും കൂടെ വെള്ളത്തിൽ താത്തിയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഇല പുറത്തേക്ക് വന്നപ്പോൾ മീനോ അതോ ഇനി വേറെ ഏതെങ്കിലും ജീവികളാണോ എന്നറിയില്ല, ചാടി പിടിച്ച് തല എടുത്ത് കളഞ്ഞതാണോ എന്നറിയില്ല. ഇല ഇതുപോലെ തന്നെയാണ് മറ്റേ ചളിയിലേക്ക് നട്ടു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയും അങ്ങനെ